ഹായ് മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ 4 ബുഗാട്ടി ചിറോൺസ് ഉള്ള എൻ്റെ ഒരു കണ്ടെയ്നർ മിസ്സായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഷെയ്ക്കിൻ്റെ പിള്ളേർ തപ്പിപ്പിടിച്ചിട്ടുണ്ട്. കണ്ടെയ്നർ ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ഗെയിമിലെ പോർട്ടിലാണ്. പോർട്ടിൽ ഏതോ ഒരു എനിമി കൊണ്ട് അടിച്ചു മാറ്റി വെച്ചതാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇത് സത്യം പറഞ്ഞാൽ ഇന്ന് നൈറ്റ് വണ്ടി ദുബായിക്ക് അവന്മാർ അയക്കാൻ പോയിരുന്നു. 4 വണ്ടികളാണ് എന്ന് പറയുമ്പോൾ നല്ല കാശ് കിട്ടും. അപ്പോൾ അവരുടെ പ്ലാൻ ഒക്കെ പൊളിയായിരുന്നു. പക്ഷേ ഷെയ്ക്കിൻ്റെ പിള്ളേർ നല്ല സ്ട്രോങ് ആണ്. അവർ നല്ല ഇടി കൊടുത്ത് നമ്മുടെ കണ്ടെയ്നർ സേഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോർട്ടിൽ പോയിട്ട് നമ്മുടെ കണ്ടെയ്നർ എടുക്കാം. പിന്നെ മച്ചന്മാരെ, നമുക്ക് അങ്ങനെ യൂട്യൂബിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയത്. അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് മച്ചന്മാരെ. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യില്ലായിരുന്നു. ഞാൻ തുടക്കത്തിൽ നിർത്തിപ്പോയതിന് എൻ്റെ ഒരു സ്വഭാവം വെച്ച് നിങ്ങളാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ മോട്ടിവേഷൻ തന്നത്. അതിനൊരു സ്പെഷ്യൽ താങ്ക്സ്. അപ്പം 1Kയുടെ സ്പെഷ്യൽ ഗിവ് ഒക്കെ വരുന്നുണ്ട്. നാളെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടും. അപ്പം മച്ചന്മാർ, നമ്മളങ്ങനെ നമ്മുടെ പോർട്ടിലെത്തിയിട്ടുണ്ട്. വണ്ടി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഷെയ്ക്കിനെ ഒന്ന് വിളിച്ചു നോക്കാം. ഇവിടെ ആയിട്ട് പാർക്ക് ചെയ്യാം. എന്നിട്ട് ഷെയ്ക്കിനെ ഒന്ന് കോൾ ചെയ്യട്ടെ ഞാൻ. അപ്പം മച്ചന്മാർ, ഞാൻ ഷെയ്ക്കിനെ വിളിച്ചു. ഷെയ്ക്ക് പറഞ്ഞത് കാർ ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടോ, പുള്ളിയുടെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ വണ്ടി എടുത്ത് വീട്ടിൽ കൊണ്ടിട്ടോളും. നമ്മുടെ കണ്ടെയ്നർ ഇവിടെ ഒരു ലോറിയിൽ കയറ്റിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ അത് സിറ്റി 2 എത്തിക്കണം. ഷെയ്ക്കിൻ്റെ ആൾക്കാരെല്ലാം ബിസിയാണ്. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ കണ്ടെയ്നർ സിറ്റി 2 ഉണ്ടാവും. കാർ ആദ്യം ഇവിടുന്ന് പാർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ ട്രക്കിൽ കയറിയിട്ടുണ്ട്. നല്ല കിഡിലെ ഒരു എന്താ പറയുക, ക്യാബിനൊക്കെയുള്ളൊരു ട്രക്കാണ് നമുക്ക് ഷെയ്ക്ക് സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ക്യാഷ് ഞാൻ കൊടുക്കണം, എന്നാലും ഷെയ്ക്ക് സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രക്കും കൊണ്ട് സിറ്റി 2 പോവാം. ഈ ട്രക്ക് കൊള്ളാം കേട്ടോ ഗൈസ്, നല്ല ഹാൻഡ്ലിംഗ് ഉണ്ട്. സാധാരണ ഞാൻ എപ്പോഴും ഓടിക്കാറ് നമ്മുടെ ആ ഒരു ഒപ്റ്റിമസ് പ്രൈമിന് ഡിസൈനുള്ളൊരു ട്രക്കുണ്ട് എൻ്റെ കയ്യിൽ. അതാണ് ഞാൻ എപ്പോഴും ഓടിക്കാറ്. പക്ഷേ ഇത് കൊള്ളാം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്. ഞാനിത് ഓടിച്ചിട്ടേ ഇല്ല അങ്ങനെ. എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഹാൻഡ്ലിംഗ് ഉണ്ട്. അത് വളയ്ക്കുമ്പോഴൊക്കെ നല്ല സുഖമാണ്. നല്ല സ്മൂത്തായിട്ട് വളയുന്നുണ്ട്. നല്ല ഒരു എന്താ പറയുക കേട്ടോ, ഇതൊക്കെ എന്ത് സൂപ്പറായിട്ടാണ് ഡോഡ്ജ് ചെയ്ത് ആ ഒരു ഇടിക്കാൻ പോയതൊക്കെ. എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു ട്രക്ക്. ഇതൊരെണ്ണം മേടിക്കണം. അങ്ങനെ ഒരു ലോങ് ഡ്രൈവിന് ശേഷം നമ്മൾ സിറ്റി 2 എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് വണ്ടി നമ്മുടെ കാർ മാർക്കറ്റിലാണ് ഡെലിവറി ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രക്ക് കാർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലോട്ട് കയറ്റി പാർക്ക് ചെയ്തിടാം. ഇവിടെയായിട്ട് നിർത്താം. ഓക്കെ, ഇവിടെ നിർത്താം. എന്നിട്ട് നമുക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ കാർ മാർക്കറ്റിൻ്റെ ഓണറിനെ വിളിക്കാം. പുള്ളിക്കാരനാണ് ഈ ലോഡ് എടുത്തേക്കുന്നത്. നമുക്ക് ക്യാഷൊക്കെ പുള്ളി നേരത്തെ പേ ചെയ്തതാണ്. അപ്പോൾ നമുക്കിവിടെ വണ്ടി ഇട്ടിട്ട് പുള്ളി ഒന്ന് കോൾ ചെയ്യാം. അപ്പം അങ്ങനെ നമ്മുടെ 4 ബുഗാട്ടി ചിറോൺസ് നമ്മൾ സക്സസ്ഫുള്ളി ഡെലിവറി ചെയ്തിട്ടുണ്ട്. പുള്ളി സാധനം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടെയ്നറിൽ നിന്ന്. അപ്പോൾ നമുക്ക് ആ ടൈമിൽ ഒരു കോഫി കുടിക്കാം. കുറേ നേരമായി പട്ടിണിയാണ്. അപ്പം സ്റ്റാർബക്സിൽ നിന്ന് ഒരു കോഫി കുടിക്കാം. വായിക്കൊള്ളാത്ത പേരുള്ള സാധനങ്ങളാണ് ഇവിടെ മൊത്തം. നമ്മളൊരു കോൾഡ് കോഫിയും ഒരു ക്രീം ബണ്ണുമാണ് കഴിച്ചത്. എനിക്ക് വേറെ ഒന്നും ഇഷ്ടമല്ല ഇവിടുത്തെ. അപ്പം നമുക്ക് എൻ്റെ സെക്രട്ടറിയെ ഒന്ന് കോൾ ചെയ്തിട്ട് ഒരു വണ്ടി സെറ്റാക്കണം. ഒരിടം വരെ പോകാനുണ്ട്. അപ്പോൾ എൻ്റെ സെക്രട്ടറി എനിക്കൊരു വണ്ടി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മുടെ ആസ്റ്റൺ മാർട്ടിൻ വാൻറ്റേജാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ഒരു ഗാരേജിൽ കിടപ്പുണ്ടായിരുന്നു. അതെടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് തന്നിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മുടെ വില്ലയിലോട്ട് പോവാം. ഇവിടെ സിറ്റി 2 എനിക്കൊരു വില്ല ഉണ്ട്. ആ വില്ലയിൽ പോയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം. കാരണം കുറേ നേരമായി ഡ്രൈവ് ചെയ്യാനായിട്ട്. ഇന്നത്തെ ദിവസം ആകെ മൊത്തം കുളമായിരിക്കുകയായിരുന്നു. രാവിലെ സിറ്റി വണ്ടി ചെന്നിട്ട് എനിക്കാണെങ്കിൽ ഒന്ന് ശരിക്കും ഉറങ്ങാൻ പോലും പറ്റിയില്ല. പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് പോകേണ്ടതായിരുന്നു.
അതുകൊണ്ട് ഇവിടെ പോയിട്ടേലും ഒന്ന് നന്നായിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പോൾ നമുക്ക് നമ്മുടെ വില്ലയിലോട്ട് പോവാം. ചെമ്മല് നമ്മുടെ ഈ ഗെയിമിൽ വളരെ ചുരുക്കം ചില ആൾക്കാരുടെ കയ്യിൽ മാത്രമേ ഈ ഒരു വില്ല ഉള്ളൂ. കാരണം ഇത് റിയൽ മണിക്ക് മേടിക്കുന്നതാണ്. ഞാനിത് റിയൽ മണിക്ക് മേടിച്ചല്ല, ഞാനിത് പണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കിത് ഫ്രീ ആയിട്ട് അൺലോക്ക് ചെയ്ത് തന്നതാണ്. ഇപ്പം അൺലോക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അതൊക്കെ എന്തോ പ്രശ്നം പറ്റി ഇതായിപ്പോയി. ഈ വില്ല എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് അൺലോക്ക് ചെയ്തതെന്ന്. താങ്ക്സ് ടു ദാറ്റ് ഫ്രണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് ഗരാജിൽ കയറ്റി പാർക്ക് ചെയ്തിട്ട് മണ്ടയിൽ പോയി ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം. കഴിഞ്ഞിടയ്ക്ക് ശ്രീവറ്റി ഒരു BMW M4 എടുക്കാൻ വേണ്ടി ഇന്നപോലെ നമ്മുടെ വീട്ടിൽ വന്ന് താമസിച്ചായിരുന്നു. അതിൻ്റെ കാര്യം എന്താണെന്നൊന്നും അറിയത്തില്ല. 2 ദിവസം നിന്നിട്ട് അവൻ്റെ പാട്ട് നോക്കിപ്പോയി. വണ്ടി എടുത്തോന്നൊന്നും എനിക്കറിയില്ല. എന്നെ കൊണ്ട് പോകുമെന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. പിന്നെന്തോ ഒരു തിരക്ക് വന്നിട്ട് അവൻ ഒന്നും പറഞ്ഞില്ല, പെട്ടെന്ന് അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മുടെ ഹോളാണിത്. ഇവിടെ നമ്മുടെ ഒരു പെറ്റ് ക്യാറ്റുണ്ട്, അതിൻ്റെ പേര് നിമ്മി എന്നാണ്. നിമ്മീനെ ഇവിടെ കാണാനില്ല. എന്നാണ് നമുക്ക് നമ്മുടെ മണ്ടലത്തെ റൂമിൽ പോയിട്ട് ഉറങ്ങാം. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ടാക്കുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ട് ഒരു കമൻറ്റ് ചെയ്താൽ മതി. അപ്പം അടുത്ത വീഡിയോ കാണുന്നിടം വരെ ഡു ബൈ ടി സൈനിങ് ഓഫ്. ബൈ.